നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFന് 5% വോട്ടുകളുടെ കുറവുണ്ടായെന്നും LDFന് 1% കുറവ് മാത്രമാണ് ഉണ്ടായതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDFന് ഒരു സിറ്റിംഗ് സീറ്റും നഷ്ടമായി. പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും നടത്തും. സംസ്ഥാനത്ത് LDFന് മൊത്തത്തിൽ പരാജയമാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണയും LDFന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. തോൽവി സംബന്ധിച്ച് എല്ലാ പരിശോധനയും നടത്തും. മുന്നണിക്ക് അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഗോവിന്ദൻ പറയുന്നു. UDFന് 2019 47% വോട്ടുകളാണ് ലഭിച്ചത് എങ്കിൽ ഇത്തവണ അത് 42 കുറഞ്ഞുവെന്ന് ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. 36% വോട്ടാണ് കഴിഞ്ഞ തവണ LDFന് ലഭിച്ചത്. ഇത്തവണ 1% കുറവ് മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് LDFന്റെ അടിത്തറ തകർന്നു എന്ന പ്രചാരണം തെറ്റാണ്. മാധ്യമങ്ങൾ UDFന്റെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും 1% കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും UDFന് ഒരു സീറ്റ് കുറയുകയും ചെയ്തു. ആറ്റിങ്ങലിൽ ജോയ് 684 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അത് ജയിച്ചു തോൽവിയാണ് എന്നാണ് പറയുന്നത്. അതിനെ തോറ്റ കൂട്ടത്തിൽ പെടുത്തേണ്ടതില്ല എന്നും പറയുന്നു. ഇവിടെ ആര് ജയിച്ചാലും ഡൽഹിയിലെത്തിയാൽ ഒന്നിച്ചു നിൽക്കുന്നവരാണ് എന്ന ജനങ്ങളുടെ ചിന്തയും അവർക്ക് വോട്ട് ചെയ്യാൻ കാരണമായിട്ടുണ്ടാകാം എന്നും പറയുകയാണ് MV ഗോവിന്ദൻ. തൃശൂരിൽ BJPക്ക് ലഭിക്കാൻ കാരണം കോൺഗ്രസ് വോട്ടുകളാണെന്നും കോൺഗ്രസിന്റെ വോട്ടുകൾ കോൺഗ്രസ് പിടിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ അതുണ്ടായില്ല എന്നും 86,000 വോട്ടുകളാണ് കോൺഗ്രസിന് കുറഞ്ഞത്. സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 74,000 ആണെന്നും LDFന് അവിടെ 6,000-ലധികം വോട്ടുകൾ കൂട്ടിയിട്ടുണ്ട്. ബാക്കി മാധ്യമങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ. നേമത്ത് മുൻപുണ്ടായതുപോലെ കോൺഗ്രസ് ആണ് തൃശൂരിൽ BJPയെ വിജയിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ്. പരാജയത്തിന്റെ അടുത്ത ഘട്ടമാണ് വിജയം. വിജയത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും പരാജയം ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നല്ല ജീവൻ നൽകുന്നതാണ്. CPMന് യാതൊരു പ്രതിസന്ധിയും ഇല്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു.